നമസ്കാരം. എൻ്റെ പേര് റോബി മത്തായി. ഞാൻ ഹോംടെക് സൊല്യൂഷൻ എന്ന സോളാർ കമ്പനി നടത്തുന്നു. പിറവം കരവട്ടെ കുരിശിലുള്ള പുഞ്ചലോത്ത് ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. കഴിഞ്ഞ 6 വർഷമായി നമ്മൾ ഈ സോളാർ ഇൻസ്റ്റലേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ ഇൻസ്റ്റലേഷൻ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ 78,000 രൂപ സബ്സിഡിയോടുകൂടി പുരപ്പുര സോളാർ പദ്ധതിയുടെ ഭാഗമായി ഒട്ടനവധി കസ്റ്റമേഴ്സിന് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തു കഴിഞ്ഞു. ഇതുവരെ പ്രോപ്പറായിട്ട് അവരുടെ സബ്സിഡി ഗൈഡൻസും KCBയുടെ എല്ലാ പേപ്പർ വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു സോളാർ ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റേറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ഇപ്പോൾ നമ്മളൊരു TV വാങ്ങിക്കുന്നു, സാംസങ്ങിൻ്റെ ഒരു TV വാങ്ങിക്കുന്നു, ഇല്ലെങ്കിൽ LGയുടെ ഒരു TV വാങ്ങിക്കുന്നു, അതുപോലെയല്ല. നമ്മൾ ഒരു സോളാർ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം പ്രൊഡക്ട്സുകൾ കൂടി ചേരുന്നതാണ് അത് ഒരു സോളാർ ഒരു 3 കിലോവാട്ട് ഇല്ലെങ്കിൽ ഒരു 5 കിലോവാട്ട് പ്രൊജക്റ്റ് ആയി മാറുന്നത്. അതിൽ ഇൻവേർട്ടേഴ്സ് വരുന്നുണ്ട്, മേൽത്തരം കമ്പനികളുടെ പാനൽസുകൾ വരുന്ന പാനൽസുകളിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് പാനൽസുകളുണ്ട്, ഒത്തിരി. അപ്പോൾ അതിൽ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ശരിക്കും അറിയുള്ളൂ. പക്ഷേ ഹോംടെക് സൊല്യൂഷൻ അങ്ങനെയല്ല. ഈച്ച് ആൻഡ് എവറിത്തിങ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂ വരെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും. അതായത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിൽ ഏത് കേബിളാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ എർത്തിങ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എർത്തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എർത്തിങ്സ് ഒക്കെ ഏത് ഗ്രേഡിലുള്ള എർത്തിങ്സ് ചെയ്യണം, അത് ഏറ്റവും കൂടിയ മോഡൽസുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ റേറ്റിൽ കൺസേൺ അല്ല. നമ്മുടെ റേറ്റുകൾ എപ്പോഴും മാർക്കറ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റേറ്റുകൾ എപ്പോഴും കൂടുതലായിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കൂടുതൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ലോക്കൽ കസ്റ്റമേഴ്സിനാണ് നമ്മുടെ സർവീസ് നമ്മൾ ലഭ്യമാകുന്നത്. അതായത് പിറവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മൾ എറണാകുളം, കോട്ടയത്തിൻ്റെ ഓൾമോസ്റ്റ് കുറേ പ്രദേശങ്ങൾ, കൂത്താട്ടുകുളം, അതുപോലെ അഞ്ചൽപ്പെട്ടി, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്ങനെ ഒരു സർക്കിൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഓൺ ടെക്നീഷ്യൻസിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ട്സുകളെല്ലാം ചെയ്യുന്നത്. നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നില്ല, നമ്മൾ കോൺട്രാക്ട് സ്റ്റാഫിനെ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കുന്നില്ല, നമ്മുടെ ഓൺ സ്റ്റാഫിനെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സർവീസ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രോപ്പറായിട്ട്, അതായത് കസ്റ്റമർ ഒരു സർവീസ്, അവർക്കൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ, കാരണം ഇത്രയും കോസ്റ്റ് കൊടുത്തിട്ട് കസ്റ്റമർ ഇത് ചെയ്യുന്നതാണ്, അപ്പോൾ അവർക്ക് ഒരു കൺസേൺ, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ സൈറ്റിൽ അത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സൈറ്റിനെ കുറിച്ച്, അതിൻ്റെ വയറിംഗ് രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് ചെയ്ത് ആ പ്രോബ്ലം എത്രയും വേഗം റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായും നമ്മുടെ ഓൺ സ്റ്റാഫിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു 5 ഇയേഴ്സിലേക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് വാഷിംഗ് അടക്കം 5 ഇയേഴ്സിലേക്ക്. ഇതിൻ്റെ എർത്ത് വാല്യൂ ചെക്കിങ്, കണക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും നോക്കി അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ട്രെയിനിങ്ങും കസ്റ്റമർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. PM സൂര്യകറിൻ്റെ 78,000 രൂപ സബ്സിഡി കിട്ടുന്ന ഈ പ്രൊജക്റ്റിലേക്ക് ഒരു കസ്റ്റമർക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിളിക്കുക. അതിൻ്റെ KCBയുടെ പേപ്പർ വർക്കുകൾ, MNRയുടെ ഫസ്റ്റ് ചെയ്യുന്നത് MNRയുടെ രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കസ്റ്റമറുടെ KCB ബില്ലിലുള്ള പേരും അക്കൗണ്ടിലുള്ള പേരും ഒന്നായിരിക്കണം. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് മാത്രമാണ് എലിജിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ആ എലിജിബിലിറ്റി ഞങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി കസ്റ്റമറുടെ PM സൂര്യകർ എന്ന് പറഞ്ഞ സൈറ്റിൽ കസ്റ്റമറുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യും. കസ്റ്റമറുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് അവരുടെ KCB ബില്ല് അപ്ലോഡ് ചെയ്ത് അവർക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ഉണ്ടാക്കും. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതിനുശേഷം KCB നമ്മൾ ഫീസിബിലിറ്റി അടയ്ക്കും. ഒരു 7 ഡേയ്സിനുള്ളിൽ നമുക്ക് ഫീസിബിലിറ്റി അപ്രൂവൽ ആകും. മാക്സിമം ടൈമാണ് 7 ഡേയ്സ്. അതിനുശേഷം ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ മെറ്റീരിയൽ എല്ലാം ഡെലിവർ ചെയ്ത് ഒരു 15 to 20 ഡേയ്സിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് പ്രൊസീജിയറുകളെല്ലാം, നമ്മുടെ പ്ലാന്റിൻ്റെ ഇൻസ്റ്റലേഷൻ എല്ലാം നമ്മൾ പൂർത്തീകരിക്കും. ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ KCB നമ്മൾ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം KCB ഒരു 2-3 ഡേയ്സിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. ചില KCBകളൊക്കെ ഒരാഴ്ചയും 2 ആഴ്ചയും താമസിക്കുന്നുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ KCB ആണ്. ഇതൊക്കെയാണ് ഒരു കസ്റ്റമർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് വിളിക്കുക, നമ്മൾ സൈറ്റ് സർവേ എടുക്കും, ആ സൈറ്റിന് ഫീസിബിൾ ആണുള്ള പ്രൊഡക്റ്റ് അവരുടെ KCB ബില്ലിനനുസരിച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും.
ഇത്രയൊക്കെയാണ് അതിലേക്ക് വേണ്ടി ആവശ്യമുള്ളൂ. PM സൂര്യഘറിൻ്റെ പദ്ധതി പ്രകാരം കസ്റ്റമർക്ക് ലോണിന് എലിജിബിലിറ്റി ഉണ്ട്. നാഷണലൈസ്ഡ് ബാങ്കായ SBI, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂണിയൻ ബാങ്ക്, അതുപോലുള്ള മേജർ ബാങ്കുകളെല്ലാം ഈ സ്കീമിൻ്റെ പദ്ധതിയിൽ വരുന്നതാണ്. അതിൽ അപ് ടു 3 കിലോവാട്ട് വരെ ഒരു കൊളാട്രലും വേണ്ട. 3 കിലോവാട്ടല്ല, 5 കിലോവാട്ട് വരെ കൊളാട്രലൊന്നും വേണ്ട. അപ് ടു 3 കിലോവാട്ട് വരെ യാതൊരുവിധ സംഭവങ്ങളും വേണ്ട. ജസ്റ്റ് കസ്റ്റമർക്ക് 670 സിബിൽ സ്കോർ ഉണ്ടായാൽ മാത്രം മതി. അതിനുശേഷം 5 കിലോവാട്ടിലേക്കൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് ITR നിർബന്ധമായും, 5 കിലോവാട്ട് പ്ലാൻ ചെയ്യണവർക്ക് ITR നിർബന്ധമായും വേണം. ITR ഉണ്ടെങ്കിൽ നമുക്ക് 5 കിലോവാട്ടിൽ ഏകദേശം നമുക്ക് 10 കിലോവാട്ട് വരെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ PM സൂര്യഘറിൻ്റെ പദ്ധതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മേജർ ബാങ്കുകളായ SBI പോലുള്ള ബാങ്കുകളിൽ നിന്ന് നമുക്ക് ലോണിനുള്ള എല്ലാവിധ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ എടുത്തു കൊടുക്കും. കസ്റ്റമർ ബാങ്കിൽ പോകണം, ബാങ്കിൽ സംസാരിക്കണം, അവരുടെ ലോണിനെ കുറിച്ച് അവർ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഡയറക്ട്ലി ടു ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവും. ആ ക്രെഡിറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്ലാൻ ചെയ്യും. അതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ഹോംടെക് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നൊരു പദ്ധതിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹോംടെക് സൊല്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു പുതിയ വീട് പണിയുന്ന ഒരാളാണ് എങ്കിൽ അവർക്കുടെ CCTV ക്യാമറ വർക്ക്, അവരുടെ നെറ്റ്വർക്കിംഗ്, വൈഫൈ, അതുപോലെ തന്നെ വീട്ടിലെ ഹോം ഇൻവേർട്ടേഴ്സുകൾ, ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ, അങ്ങനെ എല്ലാവിധ പ്രൊജക്റ്റുകളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. അവർക്ക് ഓരോ പ്രൊജക്റ്റുകൾക്കും വേണ്ടിയിട്ട് ഓരോ ആളുകളെ സമീപിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുമായി അതിന് ശേഷം തർക്കിക്കുകയും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ വിളിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. ഫ്രീ സൈറ്റ് സർവേ അവൈലബിൾ ആണ്. നമ്മൾ സൈറ്റ് സർവേ എടുത്തതിന് ശേഷം എന്ത് പ്രൊഡക്റ്റാണ് അവിടെ ആപ്റ്റ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ സ്ഥാപിച്ചു തരുന്നതാണ്. പിന്നെ ഹോംടെക് സൊല്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് സോളാർ വെട്ടേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ സുലഭമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് കമ്പനികൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ആര് സ്ഥാപിച്ച പ്ലാന്റ് ആണെങ്കിലും ഒരു കസ്റ്റമർ ആ പ്ലാന്റ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അതായത് ആ പ്ലാന്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇൻസ്റ്റലേഷൻ രീതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഹോംടെക് സൊല്യൂഷന് നിങ്ങൾക്ക് ബന്ധപ്പെടാം. എൻ്റെ നമ്പറുണ്ട്, അതിലേത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾ തരുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു പ്ലാന്റ് ടേക്ക് കെയർ ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. എന്നാലത് ചെറിയൊരു ചാർജസ് ഉണ്ടാവും. അത് നമുക്ക് മ്യൂച്വലായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ നമുക്ക് ആ പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം അത് 5 ഇയറിലേക്ക് വേണമെങ്കിൽ 5 ഇയറിലേക്ക്, 10 ഇയറിലേക്ക് വേണമെങ്കിൽ 10 ഇയറിലേക്ക് നമുക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ സോളാർ മാത്രമല്ല, CCTV ആയിക്കോട്ടെ, ഓട്ടോമേഷൻ്റെ പ്രൊഡക്ട്സുകളായിക്കോട്ടെ, എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്.